ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് MTS4 B04 എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്ററിൻ്റെ കോർ പേപ്പറാണ്. കോർ മാത്തമാറ്റിക്സുകാരുടെ 4th സെമസ്റ്ററിൻ്റെ പേപ്പറാണ്. അപ്പോൾ അതിലെ മൊഡ്യൂൾ 1 ആണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ അതായത് ഫസ്റ്റ് മൊഡ്യൂളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു 2 വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണിത്. ആകെ 4 മൊഡ്യൂൾസേ ഉള്ളൂ. മാട്രിക്സ് വെച്ചിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ മാട്രിക്സ് ഉപയോഗിച്ചിട്ട് ഉള്ള ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിനകത്ത് മൊത്തം കവർ ചെയ്ത് പോകുന്നത്. സോ ഇത് പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി ഇൻട്രൊഡക്ഷൻ ടു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് ഇനി അങ്ങോട്ട് നോക്കാനുള്ളത്. അതുപോലെ തന്നെ അവസാനം പിന്നെ ഇതിൻ്റെ 2 സൊല്യൂഷൻ, പിന്നെ എന്താണ് മാട്രിക്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇനി ഈ ഒരു പേപ്പറിനകത്തുള്ളത്. സോ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്, എന്താണ് ലീനിയർ സിസ്റ്റം എന്നും നമുക്ക് ലീനിയർ സിസ്റ്റത്തിനെ എങ്ങനെ മാട്രിക്സ് ഉപയോഗിച്ച് എന്താണ് മാട്രിക്സ് ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റുക നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് AX എന്താണ് AX അല്ല MX + C എന്ന് എഴുതാം. നമുക്ക് MX + C. അപ്പോൾ ഇതിൽ M എന്ന് പറഞ്ഞാൽ സ്ലോപ്പും C എന്ന് പറഞ്ഞാൽ എന്താണ് y ഇൻ്റർസെപ്റ്റും ആണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സിമ്പിളായിട്ടൊരു എന്താണ് ലീനിയർ ഇക്വേഷൻ, എന്താണ് ഈ ഒരു ഇക്വേഷൻ എന്താണ് ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ്. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണമെന്നുണ്ടെങ്കിൽ Z = AX + BY + C എന്ന് എഴുതാം. ഇപ്പോൾ C ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതും എന്താണ് ലൈനിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് ഫസ്റ്റ് ഇപ്പോൾ ഇത് y = MX + C എന്ന് പറഞ്ഞാൽ എവിടെയാണത് പ്ലെയിനിൽ കിടക്കുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ഇനി Z = AX + BY എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. അത് എവിടെയാണ് നമുക്ക് സ്പേസിൽ കിടക്കുന്നതെന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഒരു 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ളതെന്ന് പറയാം. ഇനി y = MX + C ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഈ ഒരു C ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇപ്പോൾ അതിനെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം y - MX = നമുക്ക് C എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് എന്ത് ഇക്വേഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് 2 അൺനോൺസ്, അതായത് X അതുപോലെ തന്നെ Y എന്ന് പറയുന്ന 2 അൺനോൺസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്താണ് എക്സിനെ ഒരു എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്പർ ഓഫ് ഇക്വേഷൻസ്, എന്താണ് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് വരക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 ലൈൻസ്, അതല്ല ഏതെങ്കിലും നമ്പർ ഓഫ് ലൈൻസ് എന്താണ് തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് എന്താണ് മാട്രിക്സ് വെച്ചിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൻ്റെ കേസിലും. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ X, അതായത് X1 X2 അപ് ടു XN നമ്പർ ഓഫ് എന്താണ് അൺനോൺസ് അല്ലെങ്കിൽ വേരിയബിൾസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ എഴുതാം A1 X1 + A2 X2 അപ് ടു AN XN = B എന്ന് എഴുതാം. കണ്ടീഷൻ എന്താണ് ഇതിനകത്ത് കിടക്കുന്ന സ്കെയിലർ വാല്യൂസ്, അതായത് A എന്തായിരിക്കരുത് I0 എന്താണ് 0 ആവരുത്, അങ്ങനെ ഒരു കണ്ടീഷനേ പറയുന്നുള്ളൂ. ഇതുപോലത്തെ ലൈൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇതിനകത്ത് വരുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ആ അൺനോൺസിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്, അതെങ്ങനെ സോൾവ് ചെയ്യുക, അതിന് മെത്തേഡ്സ് ഉണ്ട്. അത്രയും ആ ഒരു 2-3 അതായത് 1-2 മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 സിസ്റ്റം, അതായത് ഹോമോജീനസ് സിസ്റ്റം ഉണ്ട്, അല്ല എന്താണ് നോൺ ഹോമോജീനസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവുക, എങ്ങനത്തെ സൊല്യൂഷൻസ് ഒക്കെയാണ് നമുക്ക് ലഭിക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലീനിയർ സിസ്റ്റത്തിൽ വെച്ച് നമുക്ക് ആകെ പഠിക്കാനുള്ളൂ. സോ ഇനി ഫസ്റ്റ് എന്താണ് ഹോമോജിനസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് നമുക്ക് A11X
അതായത് a11x1 അപ് ടു a1n xn ഈസ് ഈക്വൽ ടു b1. അതുപോലെ തന്നെ am1x1 പ്ലസ് എക്സിട്ര പ്ലസ് എന്താണ് amn xn ഈസ് ഈക്വൽ ടു bm. ഇങ്ങനെ ഒരു ഇക്വേഷൻ, അതായത് ഇത്രയും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിനെ ax ഈസ് ഈക്വൽ ടു b എന്ന് എഴുതാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് a എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യൻ്റ് മാട്രിക്സ് ആണ്. x എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ മാട്രിക്സ് ആണ്. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് മാട്രിക്സ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് m നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ n നമ്പർ ഓഫ് അൺനോൺസും ആണ് ഈ ഒരു സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ തന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ലീനിയർ സിസ്റ്റത്തിൽ നമുക്കുള്ളത്. നമുക്കിതിൽ ഈ ax ഇസ് ഇക്വൽ ടു b എന്ന് പറയുന്നതിൽ ഈ x, അതായത് ഈ ഒരു കോളം വെക്ടർ ആണ് എന്ത് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞു? ഇതിനെ വേരിയബിൾ മാട്രിക്സ് എന്ന് പറഞ്ഞു. ഇതാണ് എന്ത് നമ്മുടെ സൊല്യൂഷൻ മാട്രിക്സ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് എന്താണ് നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയുന്ന കുറേ കാര്യങ്ങൾ എന്താണ്? രണ്ട് വേരിയബിൾസ് ആണ്, എക്സും വൈയും ആണെന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? രണ്ട് ലൈൻസ്, അതായത് രണ്ട് ലൈൻസ് ഉണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? രണ്ട് കണ്ടീഷൻസ് ഉണ്ടാവണം. അതുപോലെ മൂന്ന് വേരിയബിൾസ് ഉണ്ടെങ്കിൽ എന്താണ്? ആ ഒരു സിസ്റ്റം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കണ്ടീഷൻസ് അറിയണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജിയോമെട്രിക്കലി പറയാൻ മൂന്ന് ലൈൻസ് ഉണ്ടാവണമെന്ന് പറയാം. നമ്മളിപ്പോൾ എന്താണ് ഒരു രണ്ട് വേരിയബിൾ അല്ലെങ്കിൽ ഒരു മൂന്ന് വേരിയബിളിൻ്റെ കേസസ്, അല്ലെങ്കിൽ അത്രയും ഒരു 3 ഡയമെൻഷണൽ സിസ്റ്റം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് ഇവിടെ എന്ത് സോൾവ് ചെയ്ത് 3 ഡയമെൻഷനല്ല, ഒരു 3x3 മാട്രിക്സ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിനകത്ത് സോൾവ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്സ് ഓഫ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ax ഇസ് ഇക്വൽ ടു b എന്നുള്ളതിടത്ത് എന്താണ്? b ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? b ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്? ഹോമോജിനസ് സിസ്റ്റം എന്ന് പറയാം. അതുപോലെ തന്നെ ax നോട്ട് ഈക്വൽ ടു b, മീൻസ് ax ഈക്വൽ ടു b ആണ്, b നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്കതിനെ നോൺ ഹോമോജിനസ് സിസ്റ്റം എന്നും പറയാം. എന്താണ്? നോൺ ഹോമോജിനസ് സിസ്റ്റം എന്നും പറയാം. അപ്പോൾ ഹോമോജിനസ് എന്താ, നോൺ ഹോമോജിനസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഈ ഹോമോജിനസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 0 എന്ന് പറയുന്ന ഒരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു എന്താണ്? ഇപ്പോൾ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഇപ്പോൾ എന്താണ്? എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസ് സോൾവ് ചെയ്യാൻ എനിക്ക് എന്ത് വേണം? രണ്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ രണ്ട് ലൈൻസ് വേണം. ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? ഈ രണ്ട് ലൈൻസ് വേണം. മീൻസ് രണ്ട് ലൈൻസ്, അതിൽ കൂടുതൽ ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇവർക്ക് സൊല്യൂഷൻ, അതായത് ഈ എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ അൺനോൺ ആയി കിടക്കുന്ന ഈ വേരിയബിൾസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനത്തെ, അതായത് ഇപ്പോൾ നമ്പർ ഓഫ് അൺനോൺസിനേക്കാൾ കൂടുതലോ നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു ലീനിയർ സിസ്റ്റം എന്താണ്? കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഇഫ് ദ number of equations is less than number of variables or number of unknowns, we can say that the system is inconsistent. എന്താണ്? നമുക്ക് അതിന് ആൻസർ കണ്ടെത്താം. അതായത് എന്താ പറയുന്നത്? നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം എന്താണ്? നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക? ആ ഒരു സിസ്റ്റം ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിനെ നമുക്ക് എന്ത് പറയാം? കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇനി ഒരു സിസ്റ്റം നമ്മൾ സോൾവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് സൊല്യൂഷൻസ് എങ്ങനെയായിരിക്കാം? may have exactly one solution. എന്താണ്? exactly one solution ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കാം. ആൻഡ് ദെൻ നോ സൊല്യൂഷൻ, അതാണ് സൊല്യൂഷൻസ് ഇല്ലാതെ ഇരിക്കാം. അപ്പോൾ ഇതിൽ ഒന്നോ അതിലധികമോ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതിനെ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയാം. എന്നുവെച്ചാൽ നമുക്ക് എന്താണ്? സോൾവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എന്താണ്? ഒന്നിലധികം സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. Such system can be called as consistent system, and if the system cannot be solved, then we can say that it is an inconsistent system.
അപ്പോൾ നമുക്ക് എന്താണ് ലീനിയർ ഇക്വേഷൻസിന് എന്താണ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ സച്ച് ലീനിയർ സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ മാട്രിക്സ് ഇക്വേഷൻ, അതായത് എന്താണ് ഒരു സിംപിളി മാട്രിക്സ് ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. എന്താണ് ബി ഈക്വൽ ടു 0, ദെൻ ബി നോട്ട് ഈക്വൽ ടു 0, അതിനെ ഹോമോജിനസ് സിസ്റ്റം എന്നും പറയും. അതുപോലെ തന്നെ നോൺ ഹോമോജിനസ് സിസ്റ്റം എന്നും പറയും. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇഫ് വി ഹാവ് m നമ്പർ ഓഫ് ഇക്വേഷൻസ് ആൻഡ് n നമ്പർ ഓഫ് വേരിയബിൾസ് ഓർ അൺനോൺസ് വി ക്യാൻ സേ ദാറ്റ് if m less than n the system is inconsistent, എന്താണ് അതിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല, നോ സൊല്യൂഷൻ. ആൻഡ് ഇഫ് m is equal to if m greater than or equal to n, then we can say that the system is consistent and have exactly one solution or infinitely many solution. അപ്പോൾ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ഇനി സിസ്റ്റം ടൈപ്സ് ഓഫ് സിസ്റ്റം പറഞ്ഞു. ഇനി എന്താണ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും പറഞ്ഞു. സൊല്യൂഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി എന്താണ് സൊല്യൂഷൻ എങ്ങനെ കാണാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് 2 വേരിയബിൾ അല്ലെങ്കിൽ എന്താണ് 2 അൺനോൺ അല്ലെങ്കിൽ 3 അൺനോൺ ഉള്ള സിസ്റ്റംസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. എന്താണ് ലീനിയർ സിസ്റ്റം ഇൻ 2 അൺനോൺ അറൈസ് ഇൻ കണക്ഷൻ വിത്ത് ദ intersection of lines. For example, consider ഇവിടെ എന്താണ് a1x plus b1y is equal to c, അതുപോലെ തന്നെ a2x plus b2y is equal to c2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഇത് എക്സ് വൈ പ്ലെയിനിലൊരു ഗ്രാഫ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് ഇത് സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ലൈൻസ് ഒന്നെങ്കിൽ പാരലൽ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ലൈൻ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ലൈൻ എന്തായിരിക്കും, ഇത് മറ്റേ ലൈനിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മേലെ കൂടെ തന്നെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ലൈൻസ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് 2 ലൈൻസ് പാരലാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചു. എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എവിടെ ആയിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ് ഇതാണെങ്കിൽ എന്താണ് വൈ ആക്സിസിന് പാരലായിട്ടായിരിക്കും ആ ഒരു ലൈൻ കിടക്കുന്നത്. അത് എന്താണ് എക്സ് ആക്സിസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് വൈ ആക്സിസിൽ തട്ടുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ഒരു ലൈൻ കൂടി വരച്ചു, എന്താണ് എക്സ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചു. അവർ 2 പേരും എന്താണ് ആ ഒരു 2 ലൈൻസ് ഒരിക്കലും എന്താണ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എന്താണ് നമുക്ക് പറയാം എന്താ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്താണ് നോ സൊല്യൂഷൻ. അതാണ് ലൈൻ പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നോ സൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ലൈൻ മൈ ഇൻ്റർസെക്റ്റ് അറ്റ് ഓൺലി 1 പോയിന്റ്. അപ്പോൾ എന്താണ് ഒരു സിംഗിൾ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം എക്സാക്ട്ലി 1 സൊല്യൂഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് ദ ലൈൻ മേ കോയിൻസൈഡ് വെച്ച് എന്താണ് ലൈൻ കോയിൻസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അതായത് പാരലലാണെങ്കിൽ നോ സൊല്യൂഷൻ, പെർപെൻഡിക്കുലർ അതല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം സിംഗിൾ സൊല്യൂഷൻ. അതുപോലെ തന്നെ എന്താണ് ഇനിയിപ്പോൾ കോയിൻസൈഡ് ചെയ്യുക അതല്ല പ്രപ്പോർഷണൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയാം. ഇത് തന്നെയാണ് എന്ത് നമ്മുടെ 3 കോർഡിനേറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും എന്താണ് 2 പ്ലെയിൻസ് എങ്ങനെയായിരിക്കാം പാരലൽ പ്ലെയിൻസ് ആയിരിക്കാം 2 അപ്പോൾ എന്തായിരിക്കും നോ സൊല്യൂഷൻ. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ 2 അല്ല 3 പ്ലെയിൻസും എങ്ങനെ ആയിരിക്കാം പാരലൽ ആയിരിക്കാം, അപ്പോൾ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, അപ്പോൾ നോ സൊല്യൂഷൻ. അതുപോലെ തന്നെ എന്താണ് ഇനി സിംഗിൾ പോയിന്റിൽ 3 പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം സിംഗിൾ സൊല്യൂഷൻ, അതായത് എക്സാക്ട്ലി 1 സൊല്യൂഷൻ. അതേപോലെ തന്നെ എന്താണ് ഇനി കോയിൻസൈഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പോൾ എന്താണ് 3 സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ലീനിയർ സിസ്റ്റത്തിന് എന്തായിരിക്കും 2 പോസിബിലിറ്റി, എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ അല്ലെങ്കിൽ എക്സാക്ട്ലി 1 സൊല്യൂഷൻ ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് സോൾവ് ലീനിയർ സിസ്റ്റം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. കാരണം ഇപ്പോൾ തിയററ്റിക്കലി ക്വസ്റ്റ്യൻസ് അധികം വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, കുറച്ച് പ്രൂഫ്സ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ x - y = 1 2x + y = 6 ഇതൊരു സിസ്റ്റമാണ്.
അല്ലെങ്കിൽ എന്താ പറയുന്നത്, 2 ലൈൻസിൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതെന്താണ് നമുക്കറിയാം, ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ അറിയാം. അല്ലെങ്കിൽ തന്നെ എന്താണ് ഒരു 9ാം ക്ലാസ് തൊട്ട് നമുക്ക് എന്താണ് ഇതുപോലെ ലൈൻസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനെന്താണ് 1 എന്ന് പേര് കൊടുത്തു, ഇതിന് ഞാൻ 2 എന്ന് പേര് കൊടുത്തു. എന്താണ് 2 മൈനസ് അതല്ലെങ്കിൽ 2 + 1, അതായത് വൈയുടെ എന്താണ് സൈൻ എന്താ ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ് ആണ് എടുക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. സോ എന്താണ് 6 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. ഇവിടെ y + -5 ചെയ്താൽ 0 എന്ന് കിട്ടും. 2x + x നമുക്ക് എന്ത് കിട്ടും, 3x എന്ന് കിട്ടും. സോ x നമുക്ക് 7/3 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇനി എന്താണ് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും, 7/3 - 1 = y എന്ന് എഴുതാം. ദാറ്റ് ഈസ് 4/3 = y. നമുക്ക് എന്താണ് y = 4/3 ആൻഡ് x = 7/3 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെന്ന് പറയാം, ഈ ഒരു ലൈൻ എന്താണ് ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമാണെങ്കിൽ. ഇനി അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് പോവാം. അപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ x + y = 4 ആൻഡ് 3x + 3y = 6. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് എന്താണ് ലൈൻസ് സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. ഈ സെയിം കേസിനെ നമുക്ക് മാട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് എന്താണ് ഇപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 1 ഇവിടെ xy 3 3 = 4 6. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഈ ലൈൻസ് പ്രപ്പോർഷണലാണ്. അപ്പോൾ എന്തായിരിക്കും, ഞാൻ പറയുന്നത് ഇൻഫിനിറ്റ്ലി മിനി സൊല്യൂഷൻസ് ആയിരിക്കും. സോറി, എന്താണ് പ്രൊപ്പോർഷണൽ ലൈൻസ് അല്ല, എന്താണ് പാരലൽ ലൈൻസ് ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഇതിൻ്റെ പേര് 2 എന്ന് കൊടുക്കുക, ഇതിന് 1 എന്ന് കൊടുക്കാം. ഇതിനെന്ത് ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നമ്മുടെ ഫസ്റ്റ് ഇക്വേഷന്. ഇതെന്ത് ചെയ്യുക, നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാം. സോ നമുക്ക് എന്തെന്ന് കിട്ടും, 6 - 4 നമുക്ക് എന്തെന്ന് കിട്ടും, 2 എന്ന് കിട്ടും. 3y - 3y നമുക്ക് എന്തെന്ന് കിട്ടും, 3y - 3y ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തെന്ന് വരും, 12 എന്ന് വരും. സോ 3y - 3y എന്ന് പറഞ്ഞാൽ 0, ഇവിടെയും 0 വരും. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ 2 അല്ല, ഇവിടെ എന്ത് വരും, നമുക്ക് -6 വരും. അപ്പോൾ 0 = -6 എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ ഒരു കേസിൽ എന്താണ് നോ സൊല്യൂഷൻ, എന്താണ് നോ സൊല്യൂഷൻ എന്നാണ് വരുന്നത്. എന്താണ് ജസ്റ്റ് ഈ ഒരു ലൈൻസ് വെച്ച് നമുക്ക് ഒരു ഗ്രാഫ് ലോഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എന്താണ് കാര്യം മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുകയാണ്. ഇപ്പോൾ xy = എന്താണ് 4 എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും, 4 4 എന്നുള്ള പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈനായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 3 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്താൽ എന്താണ് xy അതായത് x + y = നമുക്ക് എന്തെന്ന് വരും, 2 എന്ന് വരും. ദാറ്റ് ഈസ് 2ൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന, അതായത് 0 2 അതുപോലെ തന്നെ 2 0ൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന ഒരു ലൈനായിരിക്കും. അപ്പോൾ ഇതെന്താണ്, ഇവർ പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ എന്താണ്, ഒരിക്കലും വരുന്നതെന്താണ് കോയിൻസൈഡ് ചെയ്യില്ല. സോ എന്താണ് നോ സൊല്യൂഷനാണ് വരുന്നത്. അപ്പോൾ എന്താണ് എക്സാമിന് ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ഇവർ സോൾവ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ നോക്കി പഠിച്ച് പോയാൽ മതി. അടുത്ത എന്താണ്, സോൾവ് ദ സിസ്റ്റം 4x - 2y = 1. അതുപോലെ തന്നെ 16x - 8y = 4. ഇതെന്താണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അപ്പോൾ ഇതിൽ നിന്ന് ഈ 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഇവിടെ 2 വരും, ഇവിടെ എന്ത് വരും, ഇവിടെ 4 എന്ന് വരും. അതായത് 4x - 2y = 1. എന്താണ് രണ്ട് ഇക്വേഷൻസും സെയിം ആണ്. സെയിം ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒറ്റ ലൈനാണ്, സിംഗിൾ ലൈനാണ് പോകുന്നത്. നേരത്തെ നമുക്ക് എന്തായിരുന്നു, പാരലൽ ലൈൻസ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താണ്, ഒറ്റ സിംഗിൾ ലൈനേ ഉള്ളൂ. സിംഗിൾ ലൈനേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4x - 2y = 1 എന്ന് പറയുന്ന ഒറ്റ ലൈനേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ y = നമുക്ക് എങ്ങനെ എഴുതാം, 4x - y അതായത് 1 = നമുക്ക് 2y എന്ന് എഴുതാം. ദാറ്റ് ഈസ് y = നമുക്ക് എങ്ങനെ എഴുതാം, 2 - അതായത് 2x - 1/2 എന്ന് എഴുതാം. അതായത് y = mx + c, അതായത് ഇവിടുത്തെ സ്ലോപ്പ് 2 - 1 ഇൻ്റർസെപ്റ്റും ആയിട്ട് ഉള്ള ഒരു ലൈനാണ്. സോറി, ലൈൻ ഇങ്ങനെ നല്ല വരിക. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ഈ എക്സിന് നമുക്ക് എന്താണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേരിയബിൾ എന്താണ്
വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് വൈക്ക് അത്രയും വാല്യൂസ് കിട്ടും. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് സിസ്റ്റം നമ്മളിപ്പോൾ കണ്ടു. അതായത് എന്താണ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ, സിംഗിൾ സൊല്യൂഷനും നോ സൊല്യൂഷനും നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ അത് മോഡലായിട്ട് തന്നിട്ടുള്ളതാണ്. ഇനി എന്താണ് 3 വേരിയബിൾ, അതായത് 3 അൺനോണുള്ള ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ x മൈനസ് വൈ പ്ലസ് 2z ഇസ് ഈക്വൽ ടു 5, 2x മൈനസ് 2y പ്ലസ് 4z ഇസ് ഈക്വൽ ടു 10, 3x മൈനസ് 3y പ്ലസ് 6z ഇസ് ഈക്വൽ ടു 15. സോറി, ഇവിടെ എന്ന് എഴുതാം. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്താണ് പ്ലസ് 2z ഇസ് ഈക്വൽ ടു 5 ആൻഡ് 2x മൈനസ് 2y പ്ലസ് 4z ഇസ് ഈക്വൽ ടു 10. ഇത് 3x മൈനസ് 3y പ്ലസ് 6z ഇസ് ഈക്വൽ ടു 15. സോ ഇപ്പോൾ നമ്മളിതിൽ ഇതിനെ 2 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ 2 പുറത്തെടുക്കാം. അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 3 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഒറ്റ ലൈനിൻ്റെ ഇക്വേഷനേ വരുള്ളൂ. ഇപ്പോൾ നമുക്കെന്താണ് എക്സ് മൈനസ് വൈ പ്ലസ് 2z എന്ന് പറഞ്ഞാൽ അതിനൊറ്റ വാല്യൂ ഉള്ളൂ 5 എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഞാനിപ്പോൾ 2 പുറത്തെടുത്തു എന്ന് വിചാരിക്കും. എന്താണ് ഇതിനെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ എക്സ് മൈനസ് വൈ പ്ലസ് 2z എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓൾറെഡി 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 × 5 ഇസ് ഈക്വൽ ടു 10. അതേപോലെ തന്നെ എന്താണ് ഇവിടെ നിന്ന് നമ്മൾ 3 പുറത്തെടുത്തു എന്ന് വിചാരിക്കും. ഇവിടെ എന്ത് വരും, നമുക്ക് എക്സ് മൈനസ് വൈ പ്ലസ് 2z എന്ന് വരും. അപ്പോൾ എന്താണ് 3 × ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. 3 × 5 എന്ന് പറഞ്ഞാൽ നമുക്കത് 50. ഇതെന്താണ്, ഇതൊരു ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റമാണ്. കാരണം ഇവിടെ എന്താണ് 3 വേരിയബിൾസ് ഉണ്ട്. പക്ഷെ എന്താണ് നമുക്ക് ആകെ ഒറ്റ ഇക്വേഷനേ തന്നിട്ടുള്ളൂ. കാരണം ഇപ്പം എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സും വൈക്കും സെഡിനും എന്താണ് വാല്യൂസ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 2 ഇക്വേഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ അതുപോലെ നമുക്ക് എന്താണ് ഇവിടെ ആകെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിന് ഇങ്ങനെ എഴുതാം. അതായത് z ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 5 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നമുക്ക് എക്സിനും വൈക്കും നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുത്താലും ഇതിനനുസരിച്ച് എന്താണ് സെഡിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഇവരിവിടെ ചെയ്തിട്ടുള്ള എന്താണ് ആർബിട്രറി എന്താണ് വേരിയബിൾസ് ചൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ എക്സിലാണ് ഇക്വേഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഞാനിപ്പോൾ സെഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താണ് 6 എന്നും വൈ ഈസ് ഈക്വൽ ടു വേണ്ട നമുക്ക് ബി എന്ന് എടുക്കാം. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം, നമുക്ക് z ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 5 മൈനസ് എ പ്ലസ് ബി എന്ന് എഴുതാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഈ എക്സിനും എക്കും ബിക്കും എന്താണ് ഇതിനകത്ത് 1ഉം 0 വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഇത്രയും 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, 3 അല്ല 4 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇതുപോലെ ഈ മെത്തേഡിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. ഇനി അടുത്തതിനകത്തുള്ളത് നോൺ ഹോമോജിനസ് സിസ്റ്റമാണ്. കൺസിഡർ ദ ഫോർ. നോൺ ഹോമോജിനസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് സിമ്പിളായിട്ട് ഒരു ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ബി ആണ്, വെർ ബി നോട്ട് ഈക്വൽ ടു 0. ഇതാണ് നോൺ ഹോമോജിനസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് എം ഇക്വേഷൻസ് ഇൻ എൻ അൺനോൺസ്. എന്താണ് എം ഇക്വേഷൻസ് ഉണ്ട്, എൻ അൺനോൺസ് ഉണ്ട്. ഞാൻ എഴുതുന്നില്ല. അതായത് a11 x1 പ്ലസ് അപ് ടു a1n xn ഇസ് ഈക്വൽ ടു b1. അതുപോലെ തന്നെ am1 x1 പ്ലസ് amn xn ഇസ് ഈക്വൽ ടു bm. ഇതാണ് നമ്മുടെ ലീനിയർ സിസ്റ്റം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ax ഇസ് ഈക്വൽ ടു b എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു എം അൺനോൺസും എം ഇക്വേഷൻ അതുപോലെ തന്നെ എൻ നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സിംഗിൾ മാട്രിക്സ് ഇക്വേഷനായിട്ട് ax ഇസ് ഈക്വൽ ടു b എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണണം. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ലീനിയർ സിസ്റ്റത്തിന് എങ്ങനെ നമ്മൾ ഈ ഒരു ഇക്വേഷനായി എഴുതുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മാട്രിക്സ്, എക്സ് എന്ന് പറയുന്നതാണ് ഒന്നെങ്കിൽ സൊല്യൂഷൻ മാട്രിക്സ് എന്ന് പറയുക, അല്ലെങ്കിൽ അൺനോൺ മാട്രിക്സ് ഓർ വേരിയബിൾ മാട്രിക്സ് എന്ന് പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബീനെ എന്താണ് നമ്മൾ കോൺസ്റ്റന്റ് മാട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, സൈമിൾട്ടേനിയസ്ലി എം ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എൻ വാല്യൂസ് ആ വരുന്ന ഒരു കോളം വെക്ടറാണ് നമ്മുടെ എക്സ്. അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്.
ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ എ എക്സ് ഈസ് ഈക്വൽ ടു ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇതെന്താണ്? ഇതിനെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ആണെന്ന് വിളിക്കുക. അതായത് എന്താണ്? കോഎഫിഷ്യന്റ് മാട്രിക്സും നമ്മുടെ ബി എന്ന് പറയുന്ന ആ ഒരു കോളം മാട്രിക്സും കൂടി ഒരുമിച്ച് എഴുതിയതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? റോ റെഡ്യൂസ്ഡ് ഇക്ലോൺ ഫോം യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ബൈ സീക്വൻസ് ഓഫ് എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് ദ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഓഫ് എ ലീനിയർ സിസ്റ്റം ക്യാൻ ബി ട്രാൻസ്ഫോം ടു എ മാട്രിക്സ് ദാറ്റ് ഹാവ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ ഒരു ഓഗ്മെൻറ്റഡ് മാട്രിക്സിന് നമുക്ക് എന്താണ്? എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സിസ്റ്റമാക്കി അല്ലെങ്കിൽ എന്താണ് ഒരു മാട്രിക്സ് ആക്കി മാറ്റാം എന്നാണ് പറയുന്നത്. ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് entirely of zeros, then the first non-zero number in the row is a 1. We call this as leading element. എന്താ പറയുന്നത്? ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മാട്രിക്സിൽ എന്താണ് ഒരു റോ എന്താണ് ഒറ്റ എന്താണ് ഏതെങ്കിലും ഒരു എലമെൻറ്റെങ്കിലും എന്താണ് സീറോ അല്ലാത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ 1 ആക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? പൈവോട്ട് എലമെൻ്റ് ആക്കിയിട്ട് എടുക്കുക. അതായത് ഇവിടെ പറയുന്നത് ലീഡിങ് എലമെൻ്റ് എന്നാണ്. ഇപ്പോൾ എന്താണ് അതിനെന്താണ് ഒരു പൈവോട്ട് എലമെൻ്റ് ആക്കി എടുക്കുക. ഇഫ് ദർ ആർ എനി റോസ് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ് ദെൻ ദേ ആർ ഗ്രൂപ്പ് ടുഗദർ അറ്റ് ദ ബോട്ടം ഓഫ് ദി മാട്രിക്സ്. എന്താണ്? ഇഫ് ദർ ആർ എനി റോസ് ദാറ്റ് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോ. അപ്പോൾ എന്താണ് കംപ്ലീറ്റ് സീറോസ് ഉള്ള റോകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിനെ ഈ ഒരു ഫസ്റ്റ് റോൻ്റെ താഴെ എഴുതണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മൾ ഒരു മാട്രിക്സ് എടുക്കുക. അതായത് ഈ ഓഗ്മെൻറ്റഡ് മാട്രിക്സിൽ എന്താണ് നോൺ സീറോ എലമെൻ്റ് ഉള്ള ഒരു റോ എടുക്കുക. അതിലെ ഫസ്റ്റ് എലമെൻറ്റിനെ ആ ഒരു റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? പൈവോട്ട് എലമെൻ്റ് ആക്കിയിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി എന്താണ് അതിനകത്ത് ഇനി സീറോ അതായത് സീറോ റോകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സീറോ ഉള്ള റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ആ ഒരു മാട്രിക്സിൻ്റെ താഴെ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. In any two successive row that does not consist entirely zeros, the leading one in the lower row occurs farther to the right than the leading one is the higher row. അതുപോലെ തന്നെ എന്താണ് ഇനി അടുത്തൊരു റോയിൽ ഇതുപോലെ തന്നെ എന്താണ് ഒരു നോൺ സീറോ എലമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു പൈവോട്ട് എലമെൻറ്റിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ എന്തായിരിക്കണം? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് നിർത്തണം. അതേപോലെ തന്നെ എന്തായിരിക്കണം? ഈ ലീഡിങ് എലമെൻസിൻ്റെ എന്തായിരിക്കണം? റിമൈനിങ് എലമെൻറ്റ്സ് ഇൻ കോളം. അതായത് ഇതിൻ്റെ താഴെ വരുന്ന കോളം എന്താ പറഞ്ഞത്? നമുക്ക് ഒരു റോ ചൂസ് ചെയ്യുക. അതിലെന്താണ് ഒരു അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ എലമെൻറ്റ് ഒറ്റ നോൺ സീറോ എലമെൻറ്റെങ്കിലുള്ള ഒരു റോ ചൂസ് ചെയ്യുക. അതിൽ എന്താണ് ആ ഒരു ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ലീഡിങ് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ പൈവോട്ട് എലമെൻറ്റ് എന്നാണ് പറയുക. ഇപ്പോൾ ഈ ഒരു ഇവിടെയുള്ള ഈ ഒരു മെറ്റീരിയലിൽ പൈവോട്ട് എലമെൻറ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ലീഡിങ് എലമെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലീഡിങ് എലമെൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് ഇനി റിമൈനിങ് ഏതെങ്കിലും റോസ് എന്താണ് കംപ്ലീറ്റ് സീറോ ആയിട്ടുള്ള റോകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവരേനൊക്കെ ബോട്ടം ഏറ്റവും താഴെ ഗ്രൂപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതായത് എന്താണ് കംപ്ലീറ്റ് സീറോ വരുന്ന ഏതെങ്കിലും റോകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റോസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും താഴെ ഗ്രൂപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി എന്ത് ചെയ്യാം? ഇനി ഒരു റോല് ഏതെങ്കിലും ഒരു റോല് നോൺ സീറോ എലമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ലീഡിങ് എലമെൻറ്റ് ചൂസ് ചെയ്തില്ല അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് വേണം അതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ലീഡിങ് എലമെൻറ്റ്. അതായത് റോ ട്രാൻസ്ഫോർമേഷൻസ് വഴി അല്ലെങ്കിൽ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് വഴി ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഈ എന്താണ് ഈ ആദ്യം പറഞ്ഞ 3 കേസ് അതായത് എന്താണ് ലീഡിങ് ഏതെങ്കിലും ഒറ്റ റോയെങ്കിലും എന്താണ് നോൺ സീറോ എലമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ലീഡിങ് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് റിമൈനിങ് എല്ലാ എലമെൻറ്റ്സിനെ എന്ത് ചെയ്യണം? സീറോ ആയിട്ടുള്ള എല്ലാ റോകളിനെ നമ്മൾ എന്ത് ചെയ്യണം? ബോട്ടം സൈഡിൽ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയൊരു ഏതെങ്കിലും ഒരു റോയിൽ ഒരു നോൺ സീറോ എലമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഫസ്റ്റ് ആ പൈവോട്ട് എലമെൻറ്റിൻ്റെ തൊട്ട് താഴെ അതായത് പൈവോട്ട് എലമെൻറ്റിൻ്റെ സെക്കൻഡ് പൈവോട്ട് എലമെൻ്റ് ഉള്ള റോൻ്റെ താഴെയുള്ള റോയിൽ വേണം എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ റോ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോം എന്ന് വിളിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഒരു എക്സാമിന്
റോ എക്കിലോൺ ഫോമും റോ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോമും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു എന്താണ് ഈ മാട്രിക്സിൻ്റെ റോ എക്കിലോൺ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ ട്രയാങ്കുലർ മാട്രിക്സിനെ നമുക്ക് എന്താണ് റോ എക്കിലോൺ ഫോം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ റോ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോം ആവണമെന്നുണ്ടെങ്കിൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ് 4ാമത്തെ ഒരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. എന്തിന്? റോ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോം. ഈ റോ റെഡ്യൂസ് എക്കിലോൺ ഫോമിൽ 4ാമത്തെ ഒരു സ്റ്റെപ്പും കൂടി പറയുന്നുണ്ട്. ഈച്ച് കോളം ദാറ്റ് കണ്ടെയ്ൻസ് ദ ലീഡിങ് എലമെൻറ്റ് 1 ഹാസ് 0 എവരിവെയർ എൽസ് ഇൻ ദാറ്റ് കോളം. എന്താണ് നമ്മൾ ലീഡിങ് എലമെൻറ്റ്, അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് ലീഡിങ് ആയിട്ട് എടുത്തു, ഇനി സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് ലീഡിങ് എലമെൻറ്റ് ആയിട്ട് എടുത്തു. എന്ത് ചെയ്യണം? ആ ഓരോ കോളത്തിലും എന്താവണം? റിമൈനിങ് എലമെൻറ്റ്സ് എല്ലാം എന്താക്കണം? 0 എന്നാക്കണം. ഇതാണ് എന്ത് റോ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോം എന്ന് പറയുന്നത്. പിന്നെ അത് ചെയ്യാനുള്ള സ്റ്റെപ്സ് പറയുന്നുണ്ട്. സ്റ്റെപ്സ് നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്താണ്? ലൊക്കേറ്റ് ദി ലെഫ്റ്റ് മോസ്റ്റ് കോളം ദാറ്റ് ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ്. എന്താണ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് എന്ത് ചെയ്യുക? കോളം എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുക. അതിനകത്ത് എന്താണ് എൻറ്റയർലി സീറോ എലമെൻറ്റ്സ് അല്ലാത്ത ഒരു കോളം നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഇൻ്റർചേഞ്ച് ദ ടോപ്പ് റോ വിത്ത് അനദർ റോ ഇഫ് നെസസറി ടു ബ്രിങ് ദി നോൺ സീറോ എൻട്രി ടു ദ ടോപ്പ് ഓഫ് ദി കോളം ഫോൺ സ്റ്റെപ്പ് 1. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചൂസ് ചെയ്ത ഈ കോളത്തിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് എന്താക്കണം? 1 ആക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നോൺ സീറോ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ റോ ഇൻ്റർചേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ if the entry that is now at the top of the column found in step 1 is multiply by the row by 1 by a in order to introduce a leading element 1. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഒരു ഫസ്റ്റ് എലമെൻറ്റിന് എന്ത് ചെയ്യുക? അപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ്, അതായത് ഇപ്പോൾ 2 ആവാം 3 ആവാം 4 ആവാം. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ 1 ആക്കാൻ വേണ്ടിയിട്ട് 1 by a കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറയുക. അതായത് 2 ആണെന്നുണ്ടെങ്കിൽ 1/2 ചെയ്യുക. അതുപോലെ തന്നെ 3 ആണെന്നുണ്ടെങ്കിൽ 1/3 ചെയ്യുക. അപ്പോൾ ഏതോ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റെപ്പ് 4 വരുന്നത് എന്താണ്? ആഡ് സ്യൂട്ടബിൾ മൾട്ടിപ്പിൾ ഓഫ് ടോപ്പ് റോ ടു ദ റോ ബിലോ ടു സോ ദാറ്റ് ഓൾ എൻട്രീസ് ബിലോ ദ ലീഡിങ് എലമെൻറ്റ് 1 ബിക്കം 0. അതുപോലെ തന്നെ എന്താണ് ഇതിനകത്ത് ഈ കോളത്തിൽ റിമൈനിങ് എലമെൻറ്റ്സ് എല്ലാം 0 ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ഓപ്പറേഷൻസ് ചെയ്യുക. അതായത് സ്യൂട്ടബിൾ മൾട്ടിപ്പിൾസ് കൊണ്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? സബ്സ്ട്രാക്ട് ചെയ്യുകയും കൂടി ചെയ്യുക. നൗ കവർ ദി ടോപ്പ് റോ ഇൻ മാട്രിക്സ് ആൻഡ് ബിഗിൻ അഗൈൻ വിത്ത് സ്റ്റെപ്പ് അലൈഡ് ടു ദ സബ് മാട്രിക്സ് ദാറ്റ് കണ്ടെയ്ൻ റിമെയിൻസ്. അപ്പോൾ എന്താണ് ഇനി ഈ ഒരു ഫസ്റ്റ് റോ, അതുപോലെ തന്നെ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിനെ ഒഴിവാക്കിയിട്ട്, അതായത് ഫസ്റ്റ് റോയിൽ ഈ ഒരു ഒറ്റ എലമെൻറ്റേ ഉള്ളൂ, റിമൈനിങ് എല്ലാ എലമെൻസിനെ നമ്മൾ 0 ആക്കി മാറ്റി. ഇനി എന്ത് ചെയ്യണം? അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഒരു മാട്രിക്സിനെ സബ് മാട്രിക്സ് കൺസിഡർ ചെയ്യുക. സെയിം പ്രൊസീജിയർ ബാക്കി റിമൈനിങ് മാട്രിക്സിൽ അല്ലെങ്കിൽ റിമൈനിങ് സബ് മാട്രിക്സിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 6 വരുന്നത് ബിഗിനിങ് വിത്ത് ദി ലാസ്റ്റ് നോൺ സീറോ റോ ആൻഡ് വർക്കിംഗ് അപ്വേർഡ് ആൻഡ് ആഡ് സ്യൂട്ടബിൾ മൾട്ടിപ്പിൾ ഓഫ് ഈച്ച് റോ ടു റോ അബവ് ടു ഇൻട്രൊഡ്യൂസ് സീറോസ് അബവ് ദി ലീഡിങ് വൺസ്. ഇപ്പോൾ സ്റ്റെപ്പ് 5 പറയുന്നത് എന്താണ്? റോ എക്കിലോൺ ഫോം ആക്കാനാണ് പറയുന്നത്. അതായത് എന്താണ്? സബ് മാട്രിക്സിനെല്ലാം എന്ത് ചെയ്യുക? റോ എക്കിലോൺ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആക്കി മാറ്റണം. അതായത് എന്താണ്? ഓരോ എലമെൻസിനെയും താഴെയുള്ള വാല്യൂസിനൊക്കെ എന്താക്കുക? 0 ആക്കുകയാണ് വേണ്ടത്. ഓരോ റോയിലും എന്താണ്? ഓരോ പൈവോട്ട് എലമെൻറ്റ് ചൂസ് ചെയ്തിട്ട്. അപ്പോൾ അതാണ് എന്താണ് സ്റ്റെപ്പ് 5 വരുന്നത്. ഇനി സ്റ്റെപ്പ് 6 വരുന്നത് എന്താണ്? ഇനി എന്ത് ചെയ്യണം? ലാസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് എന്താണ്? നമ്മുടെ ഏറ്റവും ലാസ്റ്റിലെ നോൺ സീറോ റോയിലെ എലമെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക? സൂട്ടബിൾ മൾട്ടിപ്പിൾസ് കൊണ്ട് അതിൻ്റെ മേലെയുള്ള, അതായത് ഓരോ നമുക്ക് കിട്ടുന്ന എല്ലാ എലമെൻസിനും ഇപ്പോൾ എന്താണ് 1 കിട്ടുന്നുണ്ടാവും ലീഡിങ് എലമെൻ്റ് ആയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെയൊക്കെ മേലെ എന്താണ്? വേറെ എലമെൻറ്റ്സ്. അപ്പോൾ നമുക്കുള്ളത് ഒരു റോ എക്കിലോൺ ഫോമില്ലേ? അതായത് റോ എക്കിലോൺ ഫോമിലാകുമ്പോൾ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ അതിലൊക്കെ എന്താണ്? ആ 1കളുടെ മേലെയുള്ള നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യുക? 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ലാസ്റ്റ് റോ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഓപ്പറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇനി റെഡ്യൂസ് ദ മാട്രിക്സ് എ ടു എക്കിലോൺ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട്, എക്കിലോൺ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇവരെങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. എക്കിലോൺ ഫോമിലൊക്കെ ആക്കാനാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു മാട്രിക്സ് എന്താണ്? 1 2 1 3 1 -2 -2 4 -3 -1 2 4 2. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഒന്നും അല്ല തന്നിട്ടുള്ളത്. ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്. എന്താണ്? ഒരു 4/3 മാട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെന്താണ്? ഇത് നമ്മുടെ ഫസ്റ്റ് റോയ്ക്ക് പ്രൊപ്പോർഷണലായി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയാം.
അപ്പോൾ നമുക്കെന്താണ് ഇങ്ങനൊരു റോ ഇതിൽ ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ജസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് കളയുക. അതായിരിക്കും ഏറ്റവും നല്ലത്. 2 4 2 എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് മാനുവലി ഇതെന്താണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റോ, അതായത് എക്കിലോൺ ഫോമിൽ ആക്കുക എന്ന് പറയുമ്പോൾ നമുക്കെന്താണ് നമ്മുടെ ലീഡിങ് എലമെൻറ്റ് 1 ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് നമുക്ക് ലീഡിങ് എലമെൻറ്റ് എന്താണ് 1 ആണ് കിടക്കുന്നത്. സോ അപ്പോൾ ബാക്കി ഇനി അതിൻ്റെ റിമൈനിങ് അതിൻ്റെ താഴെയുള്ള എലമെൻസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, 0 ആക്കി മാറ്റണം. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ലാസ്റ്റ് റോ 0 ആയിട്ട് പൊക്കോളും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കളയാം ഇതിൽ നിന്ന്, കാരണം അങ്ങനെ ഒരു റോ അവിടെ കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് 3 വരുന്നുണ്ട്, അതുപോലെ 4 വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റോ 2 ചേഞ്ചസ് ടു, റോ 2 എങ്ങനെ ചേഞ്ച് ചെയ്യണം, റോ R2 മൈനസ് 3 R1. അതേപോലെ തന്നെ എങ്ങനെ അടുത്തത് റോ 3 ചേഞ്ചസ് ടു റോ 3 മൈനസ് 4 R1. അതുപോലെ തന്നെ റോ 4 ചേഞ്ചസ് ടു റോ 4 മൈനസ് 2 R1. ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും നമുക്ക് നോക്കാം. ഇതൊക്കെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് അറിയുന്ന ആളുകൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, 1 2 1 എന്നാവും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ 3 മൈനസ് 1, അതായത് 3 മൈനസ് 3 എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് ഇവിടെ 0 എന്ന് വരും. അതുപോലെ തന്നെ എന്താണ് 1 മൈനസ് 6 എന്ന് പറയുമ്പോൾ -5 എന്ന് വരും. അതുപോലെ തന്നെ എന്താണ് -2 മൈനസ് 3 എന്ന് പറയുമ്പോൾ എത്ര വരും, -5 എന്ന് വരും. ഇനി അതുപോലെ തന്നെ എന്താണ് 4 മൈനസ് 4 എന്ന് പറയുമ്പോൾ 0 എന്ന് വരും. അതുപോലെ തന്നെ എന്താണ് -3 മൈനസ് എന്ത് വരും, 8 എന്ന് വരും. അപ്പോൾ എത്ര വരും, -11 എന്ന് വരും. ഇനി അടുത്ത് എന്താണ് -1 മൈനസ് 4 എന്ന് പറയുമ്പോൾ എന്ത് വരും, -5 എന്ന് വരും. ഇനി അടുത്ത എന്താണ് 2 മൈനസ് 2 എന്ന് പറയുമ്പോൾ 0 എന്ന് വരും. ഇനി 4 മൈനസ് 4 എന്ന് പറയുമ്പോൾ 0 വരും. ഇതിവിടെയും 0 വരും. ഞാൻ ഈ ഒരു റോനെ ക്യാൻസൽ ചെയ്ത് കളയാണ്, നമുക്കങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ എന്താണ് കംപ്ലീറ്റ് 0 ഉള്ള റോനെ എന്ത് ചെയ്യണം, ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ട്, ഏറ്റവും ബോട്ടം സ്പേസിൽ എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് ലീഡിങ് എലമെൻ്റ് ഉണ്ട്, അത് 1 ആണ്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള എല്ലാ എലമെൻസും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, 0 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ദെൻ റിമൈനിങ് മാട്രിക്സ്, അതായത് റിമൈനിങ് സബ് മാട്രിക്സിനെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, ഒരു പൈവോട്ട് എലമെൻറ്റ്, ഒരു ലീഡിങ് എലമെൻറ്റ് ചൂസ് ചെയ്യുക. ആ ഒരു എലമെൻറ്റ് എന്താണ് ഇപ്പോൾ നമുക്ക് -5 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു -5നെ നമ്മൾ എന്ത് ചെയ്യണം, 1 ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ സെക്കൻഡ് റോ, അതായത് റോ 2 ചേഞ്ചസ് ടു എന്ത് ചെയ്താൽ മതി, -5 ആണ് കിടക്കുന്നത്. അപ്പോൾ എന്താണ് R2 ബൈ -5 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, മൈനസ് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ 5 എന്നുള്ളതിനെ 1 എന്നാക്കി മാറ്റാം. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ 1 കിട്ടി നമുക്ക്. ഇനി ഈ ഒരു മാട്രിക്സ്, അതായത് ഈ ഒരു സബ് മാട്രിക്സിൽ 1ന് റിമൈനിങ് കിടക്കുന്ന കോളത്തിൽ എന്താണ്, ആ ഒരു കോളത്തിൽ, അതായത് നമ്മുടെ സെക്കൻഡ് കോളത്തിൽ എന്താണ് 1ന് താഴെ കിടക്കുന്നത് എന്താണ്, -11 ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, 0 ആക്കി മാറ്റണം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, R3 ചേഞ്ചസ് ടു, നമുക്ക് എന്ത് ചെയ്താൽ മതി, R3 പ്ലസ് 11 R2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, ഇവിടെ -11 പ്ലസ് 11 0 എന്ന് വരും. പിന്നെ -5 പ്ലസ് 11 ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് വരും, നമുക്ക് ഇവിടെ 6 എന്ന് വരും. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇപ്പോൾ ഈ ഫസ്റ്റ് 2 റോ നമ്മൾ 1 കിട്ടി, നമുക്ക് ലീഡിങ് എലമെൻറ്റ്സ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, തേർഡ് റോ മുതലുള്ളത് കൺസിഡർ ചെയ്യാണ് വേണ്ടത്. തേർഡ് റോ മുതൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ ഇതിനകത്തുള്ള ലീഡിങ് എലമെൻറ്റ് 6 ആണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, അതിനെ 1 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം, റോ R3 ചേഞ്ചസ് ടു R3 ബൈ 6 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 1 എന്ന് കിട്ടും. ഇനി നമ്മളെന്താണ്, ഇപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു, ഇനി ഇതിനകത്ത് റോകളൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ എന്ത് റോ എക്കിലോൺ ഫോം എന്ന് പറയുന്നത്. അല്ല, ഇവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ഇത് ഈ ഒരു മൊഡ്യൂളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഈ ഒരു പ്രോബ്ലം തന്നെ ഒരു 3-4 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി. ഇനി വരുന്ന എന്താണ്, ഗോസ് എലിമിനേഷനാണ്. അപ്പോൾ ഗോസ് എലിമിനേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്,
ഈ ഒരു ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യാറ്. അപ്പോൾ ഗോസ് എലിമിനേഷൻ എന്നാണ് പേര്. അപ്പോൾ നമുക്കിവിടെ എന്താണ് എക്സ് പ്ലസ് 2y പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 2, അതുപോലെ 3x പ്ലസ് y മൈനസ് 2 ഇസഡ് ഇസ് ഈക്വൽ ടു 1, 4x മൈനസ് 3y മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു 3, 2x പ്ലസ് 4y പ്ലസ് 2 ഇസഡ് ഇസ് ഈക്വൽ ടു 4. അങ്ങനെ എന്താണ് നമുക്ക് 1 2 3 4 4 ഇക്വേഷൻസ് ഉണ്ട്, 3 അൺനോൺസ് ആണ്. അതായത് നമുക്കെന്ത് പറയാം, ഇത് ഈ ഒരു സിസ്റ്റം എന്താണ് കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെന്ന് പറയാം. അതായത് എന്താണ് m നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ n നമ്പർ ഓഫ് വേരിയബിൾസ് ആണുള്ളത്. വേറെ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ഗ്രേറ്റർ ദാൻ എന്താണ് n ആണ് വന്നിട്ടുള്ളത്. സോ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് എന്നെങ്കിൽ എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ എക്സ്, അതായത് ഇതൊരു ലീനിയർ സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു ലീനിയർ സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഇതെന്താണ് ഒരു നോൺ ഹോമോജിനസ് സിസ്റ്റമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് മാട്രിക്സും അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് മാട്രിക്സും ആണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇപ്പോൾ ഇതിന് ഫസ്റ്റ് ഇക്വേഷൻ എന്നതാണ് 1 2 1 ആണ്, 1 2 1. അപ്പോൾ അത് 1 2 1 എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ഫസ്റ്റ് കോൺസ്റ്റൻറ്റ് വരുന്നത് 2 ആണ്. അടുത്ത എന്താണ് 3 1 മൈനസ് 2, അതുപോലെ തന്നെ അടുത്ത ഇക്വേഷനിൽ 4 മൈനസ് 3 മൈനസ് 1, അതുപോലെ 2x പ്ലസ് 4y പ്ലസ് 2z. അതുപോലെ ഇവിടെ എന്താണ് 1 3 4 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് റോ എക്കലോൺ ഫോം അല്ലെങ്കിൽ റോ റിഡക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഈ ഗോസ് എലിമിനേഷൻ്റെ സൊല്യൂഷൻ കാണാറ്. അല്ലെങ്കിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണാറ്. അപ്പോൾ നമ്മുടെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എഴുതുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ എ എന്ന് പറയുന്ന മാട്രിക്സും ബി എന്ന് പറയുന്ന മാട്രിക്സും ഒന്നിച്ച് എഴുതുക. അതിനെന്താ 1 2 1 2 3 1 മൈനസ് 2 1 4 മൈനസ് 3 മൈനസ് 1 3, അതുപോലെ 2 4 2 4. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഓൾറെഡി നമുക്ക് ഈ ഒരു മാട്രിക്സ് അല്ല ഈ ഒരു റോ നമുക്ക് ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. അതായത് എന്താണ് അത് മറ്റേ ഒരു ഫസ്റ്റ് റോൻ്റെ മൾട്ടിപ്പിളാണ്. അതെല്ലാം നേരത്തെ പോലെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത്, അതായത് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി ചെയ്യുമ്പോൾ എന്താണ് അത് 0 ആയിട്ട് കിട്ടും. നമുക്കിവിടെ എന്തൊക്കെ ചെയ്യേണ്ടത്, R2 ചേഞ്ചസ് ടു എന്താണ് R2 മൈനസ് 3R1 ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് R3 മൈനസ് 4R1 ചെയ്യണം. അതുപോലെ തന്നെ R4 ചേഞ്ചസ് ടു R4 മൈനസ് 2R1 ചെയ്യണം. നേരത്തെ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത അതേ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ എന്താണ് എക്സ്ട്രാ നമുക്ക് എന്താ ഒരു കോളം കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു കോളത്തിലും കൂടി ഇത് ചെയ്യണം. എന്നിട്ട് അതാണ് നമുക്ക് എന്ത് XYZൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ എന്താണ് ഇതിലൊന്ന് ഫസ്റ്റ് റോക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, 1 2 1 2 എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്താണ് ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മൈനസ് എത്ര വരും, 1 മൈനസ് 6 എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് -5 എന്ന് വരും. അതുപോലെ തന്നെ എന്താണ് -2 മൈനസ് എത്രയാണ് 3 എന്ന് പറയുമ്പോൾ -5 എന്ന് വരും. അതുപോലെ തന്നെ 1 മൈനസ് എന്താണ് 1 മൈനസ് 6 എന്ന് പറയുമ്പോൾ -5 എന്ന് വരും. അടുത്ത ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ആണ്. അപ്പോൾ 4 മൈനസ് 4 എന്ന് പറയുമ്പോൾ 0 എന്ന് വരും. ഇനി അടുത്ത എലമെൻ്റ് എന്താണ്, ഇവിടെ -3 ആണ്. അപ്പോൾ -3 മൈനസ് 8 എന്ന് പറയുമ്പോൾ എത്ര വരിക, നമുക്ക് -11 എന്ന് വരും. അതുപോലെ തന്നെ -1 മൈനസ് 4 എന്ന് പറയുമ്പോൾ എത്ര വരും, -8 എന്ന് വരും. ഇവിടെ എന്താണ് -8 അല്ല -5 ആണ് വരുന്നത്.
അതുപോലെ അടുത്ത എന്താണ് 3 മൈനസ് 8 എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് -5 എന്ന് തന്നെ വരും. അടുത്ത് നോക്കുകയാണെങ്കിൽ 2 മൈനസ് 2 എന്ന് പറയുമ്പോൾ 0 വരും. 4 മൈനസ് 4 എന്ന് പറയുമ്പോൾ അവിടെ 0. അതുപോലെ തന്നെ എന്താണ് 2 മൈനസ് 2 എന്ന് പറയുമ്പോൾ ഇതും 0 വരും. 4 മൈനസ് 4 എന്ന് പറയുമ്പോൾ അതും 0 വരും. അപ്പോൾ നമുക്ക് എന്താണ് ഈ ലാസ്റ്റ് റോ ഞാൻ എന്താ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇവർ ക്യാൻസൽ ചെയ്തിട്ടില്ല, പക്ഷേ അതായിരിക്കും നല്ലത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നെക്സ്റ്റ് റോ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡ് റോ ചൂസ് ചെയ്താൽ എന്താണ് കംപ്ലീറ്റ് -5 ആണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? R2 ചേഞ്ചസ് ടു R2 by -5 എന്ത് ചെയ്യുക? R2 ചേഞ്ചസ് ടു R2 by -5 ചെയ്യണം. നമുക്ക് എന്തെന്ന് കിട്ടും? 1 2 1 2 1 1 1 എന്ന് കിട്ടും. അടുത്തെന്താണ്? അടുത്ത എലമെൻറ്റ് ഇവിടെ 0 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇത് 1 ആയി കഴിഞ്ഞാൽ താഴെയുള്ള ഇതിലെന്താണ്? അവിടെയും എന്താണ് കംപ്ലീറ്റ് നെഗറ്റീവ് എലമെൻറ്റ്സ് ആണുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം? അതിന് താഴെ ആ ഒരു 1ന് താഴെയുള്ള ഒരു എലമെൻറ്റ് എന്ത് ചെയ്യണം? 0 ആക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? R3 ചേഞ്ചസ് ടു എന്താണ്? R3 + 11 R2 ചെയ്യാം. ഇവിടെ എന്ത് വരും? ഇവിടെ 0 എന്ന് വരും. അത് കഴിഞ്ഞാൽ എന്താണ്? -5 + 11 എന്ന് പറഞ്ഞാൽ എത്ര വരിക? നമുക്ക് 6 എന്ന് വരും. അതുപോലെ -5 + 11 എന്ന് പറഞ്ഞാൽ ഇവിടെയും 6 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? R3 ചേഞ്ചസ് ടു R3 by 6 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടുന്നത്? 1 1 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? നമ്മുടെ A B എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക. ഇപ്പോൾ എന്താണ് ഇതിനെ നമുക്ക് തിരിച്ചെഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ A × X = B എന്നുള്ള ഫോമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിൽ എന്താണ് XYZന് സൊല്യൂഷൻസ് കിട്ടും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ തേർഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് റോ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? Z-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ Z = 1 എന്ന് കിട്ടി. അതാണ് ഒരു ആൻസർ. അടുത്തെന്താണ്? ഇവിടെ അതായത് X-ൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആണ്, Y-യുടെ കോഎഫിഷ്യൻ്റ് 1 ആണ്, Z-ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് Y + Z = 1 എന്ന് എഴുതാം. Z ഓൾറെഡി 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ Y + 1 = 1. ദെൻ 1 1 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Y = 0 എന്ന് കിട്ടും. അതായത് Y-യുടെ സൊല്യൂഷൻ എന്താണ്? 0 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്താണ്? Z ആണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ എന്താണ്? X + 2Y + 1 Z = 2. സോ ഇതിൽ Z ഓൾറെഡി 1 എന്ന് കിട്ടി. ഇനി Y = 0 എന്ന് കിട്ടി. അപ്പോൾ X + 1 = 2 എന്ന് കിട്ടി. അപ്പോൾ 1 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? X = 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഗോസ് എലിമിനേഷൻ വെച്ച് സോൾവ് ചെയ്യാനാണ്. അതായത് -2x3 + 7x5 = 12. 2x1 + 4x2 - 10x3 + 6x4 + 12x5 = 28. 2x1 + 4x2 - 5x3 + 6x4 - 5x5 = -1. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഇക്വേഷൻസ് എത്ര എണ്ണം? 3 എണ്ണം തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സിസ്റ്റം എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? കോഎഫിഷ്യൻ്റ് മെട്രിക്സ് A മെട്രിക്സ് എഴുതണം. അതുപോലെ തന്നെ B മെട്രിക്സ് എന്ന കോൺസ്റ്റന്റ് മെട്രിക്സ് എടുത്ത് എഴുതണം. നമുക്ക് എന്താണ്? വേരിയബിൾ മെട്രിക്സ് അല്ലെങ്കിൽ എന്താണ്? അൺനോൺ മെട്രിക്സ്. വേരിയബിൾ മെട്രിക്സ് എടുത്ത് എഴുതാം. നമുക്ക് എന്ത് ചെയ്യുക? AB എടുക്കുക. AB എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് എന്താണ്? -2x3 + 7x5 ആണ്. അപ്പോൾ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്, x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്, x3ൻ്റെ കോഎഫിഷ്യൻറ്റ് -2 ആണ്, x4ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്, x5ൻ്റെ കോഎഫിഷ്യൻറ്റ് 7 ആണ്. ആൻഡ് ദെൻ ലാസ്റ്റ് എന്താണ്? കോൺസ്റ്റന്റ് മാട്രിക്സിലെ എലമെൻറ്റ് വരുന്നത് എത്രയാണ്? 12 ആണ്. അടുത്ത സെക്കൻഡ് ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2x1. അപ്പോൾ എന്താണ്? 2 ആണ് ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ്, x1ൻ്റെ കോഎഫിഷ്യൻറ്റ്. അതുപോലെ തന്നെ 4x2 എന്ന് വരുന്നുണ്ട്. അപ്പോൾ 4 ആണ് x2ൻ്റെ കോഎഫിഷ്യൻറ്റ്. അതുപോലെ തന്നെ -10 ആണ് x3യുടെ കോഎഫിഷ്യൻറ്റ്. അതുപോലെ തന്നെ x4ൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആണ്, x5ൻ്റെ കോഎഫിഷ്യൻറ്റ് വരുന്നത് 12 ആണ്. ഇനി കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത് എന്താണ്? 28 ആണ്. അടുത്ത ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആണ് x1ൻ്റെ കോഎഫിഷ്യൻറ്റ് വരുന്നത്, 4 ആണ് x2ൻ്റെ കോഎഫിഷ്യൻറ്റ്, -5 ആണ് x3യുടെ കോഎഫിഷ്യൻറ്റ്. അതുപോലെ തന്നെ എന്താണ്? 6 ആണ് x4ൻ്റെ കോഎഫിഷ്യൻറ്റ്, x5ൻ്റെ കോഎഫിഷ്യൻറ്റ് -5 ആണ്. എന്താണ് അറ്റ് ലാസ്റ്റ് കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത് -1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? 3 ഇക്വേഷൻ, അതായത് 3 റോസുള്ള ഒരു മാട്രിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെന്താണ് നമുക്ക് ലീഡിങ് എലമെൻറ്റ് എന്താണ് 1 അല്ല 0 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റോ ഇൻ്റർചേഞ്ച് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, R1 ഇൻ്റർചേഞ്ചസ് വിത്ത് R2. അപ്പോൾ എന്താണ് 2 4 -10 then 6 12 28 എന്ന് വരും. അത് കഴിഞ്ഞാൽ എന്ത് വരും, 0 0 -2 0 7 12 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ നമുക്കെന്താണ് ഈ ഒരു എലമെൻ്റ് എന്ത് ചെയ്യണം, 1 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക, R1 ചേഞ്ചസ് ടു R1/2 ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് എലമെൻറ്റ്സ് എന്താവും, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, 1 2 -5 3 6 14 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കോളത്തിൽ റിമൈനിങ് എലമെൻറ്റ്സ് 0 ആക്കി മാറ്റണം. അപ്പോൾ സെക്കൻഡ് റോയിൽ എന്താണ് 0 ആണ്, ഇനി എന്താണ് തേർഡ് റോയിൽ 0 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത് എന്താണ്, R3 ചേഞ്ചസ് ടു R3 -2 R1 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 0 എന്ന് കിട്ടും. ഈ ഒരു എലമെൻറ്റ് 0 ഈ ഒരു എലമെൻറ്റ് 0 ആയിട്ട് മാറും. അത് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ -5 എടുക്കുന്നുണ്ട്. എത്രയാണ്, 2 × 5 -5 വരും. അപ്പോൾ എന്താ വരും, 10 - 5 എന്താണ് 5 എന്ന് വരും. അതുപോലെ തന്നെ എന്താണ് 6 - 3 എന്താണ് 6 - 2 × 3 എന്ന് പറയുമ്പോൾ എത്ര വരും, 0 എന്ന് വരും. അതെന്താണ് -5 എന്താണ് 2 × 6 ദാറ്റ് ഈസ് -17 എന്ന് വരും. അടുത്ത എലമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്, -1 ആണ് എടുക്കുന്നത്. എന്ത് ചെയ്യുക, -1 -28 അപ്പോൾ എന്ത് വരും, -29 എന്ന് വരും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇത് ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി, അതുപോലെ റിമൈനിങ് എലമെൻറ്റ്സ് 0 ആയി. അപ്പോൾ എന്താണ്, ഇനി നമുക്ക് ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് എന്താണ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 1 അല്ല എടുക്കുന്നത്. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് വരുന്ന ലീഡിങ് എലമെൻറ്റ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 1 ആക്കി മാറ്റാം. അപ്പോൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് അതായത് R2 നമ്മുടെ റോ 2 എന്ത് ചെയ്യണം, R2 ചേഞ്ചസ് ടു R2 ഡിവൈഡ് ബൈ -2. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഈ ഒരു എലമെൻറ്റ് ഇവിടെ എന്ത് വരും, 1 -7/2. അതുപോലെ തന്നെ എന്താണ് 12 എന്നുള്ളിടത്ത് -6 എന്ന് വരും. ഇതിൻ്റെ ഇടയ്ക്കൊരു 0 എടുക്കുന്നുണ്ട്. ഇനി എന്താണ്, ഈ 1ൻ്റെ താഴെയുള്ള ഈ ഒരു എലമെൻറ്റ് 5 എന്നാണ് എടുക്കുന്നത്. അത് എന്ത് ചെയ്യണം, 0 ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, R3 ചേഞ്ചസ് ടു R3 -5 R2 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് 0 എന്ന് വരും. അതുപോലെ തന്നെ എന്താണ് ഇവിടെ 0ൻ്റെ മേലെ എടുക്കുന്നത് എന്താണ് 0 തന്നെയാണ്, അത് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്, -17 ആണ് എടുക്കുന്നത്. സോ -17 എത്രയാണ് 5 × -7/2. നമുക്ക് എന്തെന്ന് വരും, -17 + 35/2 എന്ന് വരും. സോ നമുക്ക് എന്തെന്ന് കിട്ടും, 1/2 എന്ന് കിട്ടും. ഇവിടെ ആൻസർ എന്താണ്, 1/2 എന്ന് വരും. അടുത്തെന്താണ് 29 -29 ആണ് വരുന്നത്. -29 -5 × -6 എന്ന് വരും. അപ്പോൾ എന്ത് വരും, 30 - 29 എന്ന് വരും. അപ്പോൾ എന്ത് വരും, നമുക്കിവിടെ 1 എന്ന് കിട്ടും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കെന്താണ്, നമ്മുടെ ഈ ഒരു റോല് 1 കിട്ടി. ഇനി എന്താണ് ഇവിടെ എന്താണ്, നമുക്ക് ഈ ലാസ്റ്റ് റോൽ എന്താണ്, ഇവിടെ ഒരു 1/2 ആണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് 1 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, R3 ചേഞ്ചസ് ടു 2R3 ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഇവിടെ 1 2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ നമ്മുടെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്, ഈ 1 = അതായത് ഇത് നമ്മുടെ കോൺസ്റ്റൻറ്റ് മാട്രിക്സിലുള്ള വാല്യൂസാണ്. ഇതാണ് നമ്മുടെ A എന്ന് പറയുന്ന ആ ഒരു മാട്രിക്സ് വരുന്നത്. അതിനകത്ത് നമുക്ക് എന്താണ്, ഇത് x1 ഇത് x2 ഇത് x3 ഇത് x4 ഇത് xy. അപ്പോൾ xy = നമുക്ക് എന്തെന്ന് എഴുതാം, 2 എന്ന് എഴുതാം. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ എന്താണ് മേലേക്ക് എഴുതാം. അപ്പോൾ x5 = നമുക്ക് എന്തെന്ന് എഴുതാം, 2 എന്ന് എഴുതാം. അതുപോലെ തന്നെ അടുത്ത ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ അതായത് x1 x2 ഇതെന്താണ് x3, അതായത് x3 -7/2 × x5 = എന്താണ് -6. ഇവിടെ x5ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, എത്രയാണ് 2 ആണ്. അപ്പോൾ ഈ x5 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക.
എന്ത് വരും, നമുക്കത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും, x3 മൈനസ്, അതായത് x3 മൈനസ് 7 ഈസ് ഈക്വൽ ടു -6 എന്നാണ്. 7നെ നമുക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x3 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ x5 2 എന്ന് കിട്ടി, x3 1 എന്ന് കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ എന്താണ്, x1 പ്ലസ് 2x2 മൈനസ് 5x3 പ്ലസ് 3x4 പ്ലസ് 6x5 ഉണ്ട്, ഈസ് ഈക്വൽ ടു 14 എന്നാണ് കിടക്കുന്നത്. ഈക്വൽ ടു 14. അപ്പോൾ എന്താണ്, x5 നമുക്കറിയാം, x3 നമുക്കറിയാം. അപ്പോൾ എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ എന്താണ്, ഇവിടെ 1 ആണ്, അപ്പോൾ 5 എന്ന് തന്നെ വരും. അടുത്ത ഇവിടെ എന്താണ്, ഇവിടെ 2 എന്നാണ്, അപ്പോൾ എന്ത് വരും, ഇവിടെ 12 എന്ന് വരും. ഇവിടെ 12 എന്ന് വരും. നമുക്ക് ഈ 12 14 ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് വരും, ഇവിടെ എത്ര വരും, 2 എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ ഒരു -5 എടുക്കുന്നുണ്ട്, അതിന് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, നമുക്ക് 7 എന്ന് കിട്ടും. 7 എന്ന് കിട്ടും. എന്താണ്, x1 അതുപോലെ തന്നെ x2 x4 ഇത്രയും വാല്യൂസ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ ചെയ്തതുപോലെ നമുക്ക് എന്താണ്, x1 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 7 മൈനസ് 2x2 മൈനസ് 3x4 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, x2 x4 എന്താണ്, ആർബിട്രറി വാല്യൂസ് ചൂസ് ചെയ്യാം. നമുക്ക് എന്താണ്, ലെറ്റ് x2 ഈസ് ഈക്വൽ ടു a ആൻഡ് x4 ഈസ് ഈക്വൽ ടു b. നമുക്ക് എന്തൊരു x1 ഈസ് ഈക്വൽ ടു 7 മൈനസ് 2a മൈനസ് 3b എന്ന് വരും. നമുക്കെന്താണ്, x1 ഈസ് ഈക്വൽ ടു എന്താണ്, 7 മൈനസ് 2a മൈനസ് 3b എന്ന് കിട്ടി. അതുപോലെ x2 ഈസ് ഈക്വൽ ടു എന്താണ്, x2 ഈസ് ഈക്വൽ ടു എന്താണ്, a. അതുപോലെ തന്നെ x3 ഈസ് ഈക്വൽ ടു 1, x4 ഈസ് ഈക്വൽ ടു എന്താണ്, b. അതുപോലെ x5 ഈസ് ഈക്വൽ ടു 2. ഇതാണ് എന്ത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്താണ്, ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, ഒരു മാട്രിക്സ് ഇക്വേഷൻ ആക്കിയിട്ട്, ഒരു സിംഗിൾ മാട്രിക്സ് ഇക്വേഷൻ ആയിട്ട് x ഈക്വൽ ടു b എന്നുള്ള ഇക്വേഷൻ ആയിട്ട് എഴുതണം. ഇത് നോൺ ഹോമോജിനസ് ആണെങ്കിൽ മാത്രമാണ് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്, ഹോമോജിനസിൻ്റെ കേസിൽ വേറെ മെത്തേഡ്സ് ഉണ്ട്. ഇതെന്താണ്, നോൺ ഹോമോജിനസ് ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, അതായത് b ≠ 0 ആണെന്നുണ്ടെങ്കിലാണ് എന്ത്, ഗോസ് എലിമിനേഷൻ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഗോസ് ജോർദാൻ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡും കൂടി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, വെറുതെ സിസ്റ്റം രണ്ട് ഇക്വേഷൻ ലൈനിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എഴുതണം. അതിനെന്ത് ചെയ്യുക, റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി റോ എക്കലോൺ ഫോം എത്തിക്കണം. എന്നിട്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കുക, ഇത്രേ വേണ്ടുള്ളൂ. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇനി കുറച്ച് 2-3 പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മെത്തേഡ്, ഗോസ് ജോർദാൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതും ആ ഒരു മെത്തേഡും കുറച്ച് പ്രോബ്ലംസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യും. ഇനി വരുന്ന എന്താണ്, ഹോമോജിനസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ ഒരു ഫ്രീ വേരിയബിൾ തിയറി ഉണ്ട്. പിന്നെ വരുന്ന മാട്രിക്സിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. പിന്നെ ലീനിയർ സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഈ ഒരു മൊഡ്യൂൾ ഒരു വീഡിയോയിലും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ തീരും. അത് കഴിഞ്ഞാൽ വെക്ടർ സ്പേസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് വരുന്നത്. 1 അല്ല 2 മൊഡ്യൂളുണ്ട്. ജനറൽ വെക്ടർ സ്പേസും അതുപോലെ തന്നെ വെക്ടർ സ്പേസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 2 മൊഡ്യൂൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടർ, ഡയഗണലൈസേഷൻ ആണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.